കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരും മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണ മഴ മുന്നറിയിപ്പല്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. യെല്ലോ അലർട്ട് എന്നത് 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് പതിവായി ഉണ്ടാകുന്ന മേഖലകളിലും താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ന്യൂനമർദ്ദ സംവിധാനവും കിഴക്കൻ അറബിക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയും ചേർന്നാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകാൻ കാരണമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രവചനം. മഴയോടൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതിനാൽ ശക്തമായ കാറ്റുള്ള സമയത്ത് മരങ്ങളുടെ ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. പഴകിയതോ ദുർബലമായതോ ആയ കെട്ടിടങ്ങൾക്ക് സമീപം നിൽക്കുന്നതും സുരക്ഷിതമല്ല. മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മണ്ണ് പൂർണ്ണമായും നനഞ്ഞിരിക്കുന്നതിനാൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ തുടങ്ങിയ അപകട സാധ്യതകൾ വർദ്ധിച്ചേക്കാം. അതിനാൽ അനാവശ്യ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. തീരദേശ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കടലിൽ ശക്തമായ തിരമാലകളും മോശം കാലാവസ്ഥയും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പുതിയ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച ശേഷമേ കടലിലേക്ക് പോകാവൂ. തീരദേശവാസികളും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇടിമിന്നൽ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കാം. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. മരങ്ങളുടെ ചുവട്ടിൽ അഭയം ഒരു കാരണവശാലും തേടരുത്. മഴ പെയ്യുമ്പോൾ ടെറസിലോ തുറന്ന സ്ഥലങ്ങളിലോ പോകുന്നത് ഒഴിവാക്കുക. ബൈക്ക്, സൈക്കിൾ തുടങ്ങിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായ കെട്ടിടത്തിൽ അഭയം തേടുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ അപകടം തുറസായ സ്ഥലത്ത് നിൽക്കുന്നതാണ് എന്ന കാര്യം മറക്കരുത്. കാരണം ഒരുപാട് പേർ ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മുന്നറിയിപ്പുകൾ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയിലെ സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങളെ ആശ്രയിക്കാതെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ഭരണകൂടം എന്നിവയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. മഴ എല്ലാവർക്കും ആശ്വാസമാണ്. പക്ഷേ ശക്തമായ മഴയോടൊപ്പം അപകട സാധ്യതകളും ഉണ്ടാകാം. അതിനാൽ ഒരു ചെറിയ മുൻകരുതൽ പോലും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും സർക്കാർ അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴയെ തടയാൻ ആർക്കും കഴിയില്ല. പക്ഷേ കുടയെടുത്ത് പുറത്തിറങ്ങണമോ അതോ വീട്ടിൽ തന്നെ ഇരിക്കണമോ എന്ന തീരുമാനമെങ്കിലും നമുക്ക് എടുക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.